നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കൂടിയാണ്. സർ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ. പുതിയ ഓഫീസിലൊരുക്കിയ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല, ഇത് ഓഫീസുമായിട്ട് ബന്ധമുള്ളതല്ല. ഇത് ഞാനെന്ന വ്യക്തി, ഞാനെന്ന ലോകം ഇഷ്ടപ്പെടുന്ന, അവരറിയുന്ന ഒരു നടൻ, കലാകാരൻ, പിന്നെ എൻ്റെ കുടുംബം, ബന്ധുക്കൾ, അവരുടെ എല്ലാം ഒരാഘോഷമാണ്. അതൊന്ന് ഈ ഓഫീസിലെന്തോ ഒരു ദൈവനിയോഗം പോലെ എത്തിയതുകൊണ്ട് ഇവിടെ വെച്ച് ആഘോഷിക്കപ്പെടുന്നു, അത്രയേ ഉള്ളൂ. രാവിലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആശംസകൾ എത്തിയിരുന്നോ? എല്ലാം എത്തിയിട്ടുണ്ട് അല്ലേ? ഇന്നിപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അത് വിഷയമല്ലല്ലോ, അല്ലേ? അതല്ലല്ലോ വിഷയം. ആര് സ്പീക്കർ ആവണം, ഞങ്ങൾക്കൊരു ചോയ്സ് തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ നിശ്ചയിക്കും. സാർ ചുമതലയേറ്റ സമയത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങളും, ഒന്ന് എയിംസിനെ പറ്റിയും അതുപോലെ തന്നെ കൊല്ലത്തെ എണ്ണ ഖനനത്തെ പറ്റിയും അതിൻ്റെ പിന്നിലുള്ള ചർച്ചകൾ കാര്യങ്ങളും. ജയിച്ചു വന്നതിന് ശേഷമുള്ള ചർച്ചകളിൽ വന്ന 2 മോളിക്യൂൾസാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ശ്രദ്ധ തന്നെയാണ്, ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കും. എയിംസ് ആദ്യം കേരളത്തിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത്. കേരളത്തിൽ എവിടെ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കപ്പെടും. കോഴിക്കോട്ടിനല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ സാർ വ്യക്തമാക്കിയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് 2015 മുതൽ ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കപ്പെടുമോ എന്ന് തീർച്ചയായിട്ടും വീണ്ടും കുറച്ചുകൂടി ശക്തമായിട്ട് ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കേരളം എന്നല്ല, ഇന്ത്യയിൽ വരുന്ന എന്തിനേയും, അല്ലേ? ഇന്ത്യക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ ലോകത്തിലെവിടെ, ആ എവിടെ എന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്തിന് ഒരുപാട് ഡെലിവറി ചെയ്യാനുണ്ടാവും. അതിനൊരുപാട് യോഗ്യത ഉണ്ടാവണം. അതിനെ ഒരു യോഗ്യതയുള്ള സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ ഈ ഒരു അംശത്തിന് സാധിക്കണം. ഇതൊക്കെയല്ലേ നമ്മൾ പരിശോധിക്കണം. അവിടുത്തെയും മനുഷ്യർ ജീവിതമെന്ന് പറയുന്നതിന് പുതിയൊരു വ്യാഖ്യാനം സ്വപ്നം കണ്ടു നിൽക്കുന്നവരായിരിക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ. ആ വികസനത്തിൻ്റെ പേരിൽ വരുന്ന നന്മകളുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആയാലും റെൻ്റൽസ് ആയാലും അങ്ങനെയുള്ള സ്ഥലമുടമകളുടെ മക്കൾക്ക് ഉപരിപഠനം എന്ന് പറയുന്നത് ഭാരിച്ച ഒരു ചുമതലയാണെങ്കിൽ അതിൻ്റെ നിർവഹണത്തിന് വേണ്ടി അധിക വരുമാനമുണ്ടാവുക, ഇതെല്ലാം ഇല്ല. ഓക്കെ, പുതിയ സിനിമാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ടിലോട്ട് പോകണം? ഇല്ല, അത് കുറച്ചുകൂടെ സമയം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഹോം മിനിസ്റ്റർ അത് വിളിച്ച് കൃത്യമായി എൻ്റെ കണക്കുകൾ എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് എന്തായാലും ഓഗസ്റ്റ് 18 പടം തുടങ്ങും. ഞാൻ ചിലപ്പം ഓണത്തിനോടനുബന്ധിച്ചായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ബഡ്ജറ്റ് സെഷൻ കഴിഞ്ഞ് ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് എൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളും അതിൻ്റെ കണ്ടിൻജൻറ്റിനും അവർക്ക് വേണ്ടുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട നിർവഹണത്തിനുള്ള എല്ലാ സജഷൻസും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അവർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷമായിരിക്കും ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോൾ പിന്നെ അത് അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിലാണുള്ളത്. ആ സമയത്ത് ഞാൻ സിനിമ ഒറ്റക്കൊമ്പൻ ഉണ്ട്, വേറെ 2 പ്രോജക്ട്സ് നിൽക്കുന്നുണ്ട്. അതിലേതാണോ തയ്യാറാവുന്നത് അത് ചെയ്യും. തീർച്ചയായിട്ടും. താങ്ക് യു. എന്തായാലും സിനിമ അതുപോലെ തന്നെ ഔദ്യോഗിക പദവിയിലുള്ള മറ്റ് ജോലികളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജഗദീഷ് കൃഷ്ണൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.